അയ്യോ ആളിയം പറ, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോകാൻ ഉണ്ടാക്കാന്ന്. അവളുടെ ഇടി കൊള്ളണം, അവളുടെ ചേട്ടന്മാരുടെ എല്ലാവരും നിന്ന് ഇടി കൊള്ളണം. എന്ത് ചെയ്യാനാ, പോയി കേറണ്ടായിരുന്നു മയില്. നീ ടെൻഷൻ അടിക്കല്ലേ, നമുക്ക് പോകാൻ ഉണ്ടാക്കാന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അണ്ണനെ വിളിച്ചിട്ട് നൈസായിട്ടൊന്ന് കാര്യം പറഞ്ഞാലോ? അണ്ണൻ ശരിയാക്കി തരുവാളിയ. നമുക്ക് എന്തുണ്ടെങ്കിലും അണ്ണനല്ലേ സെറ്റാക്കി തരണത്. നീ ഒന്നും പേടിക്കണ്ട, ഫോണിങ് എടുത്തേ. ഇന്നാ പിടി, എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിങ്ങ ഉണ്ടാക്ക്. അണ്ണാ എവിടെ അണ്ണാ? ഇവിടെ ഉണ്ടാ, റോഡിലുണ്ടാ? അണ്ണാ പിന്നെ നമ്മുടെ പ്രജീഷിന് ചെറിയൊരു അബദ്ധം പറ്റി. അണ്ണ ഒന്ന് ഇങ്ങോട്ട് വരാവോ? അണ്ണ വന്നാലേ പറ്റൂ. അവനാണെങ്കിൽ ഇവിടെ ഇരുന്ന് കരച്ചിലും പിഴിച്ചിലുമാണ്. പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ല. അണ്ണ ഒന്ന് ഇങ്ങോട്ട് വരാവോ അണ്ണാ, കുറച്ച് കാര്യമുണ്ട്. ഇല്ലണ്ണ അവന് പറയാം, ഫോണിൽ കൂടി നേരിട്ട് പറയാം. നമുക്ക് പിന്നെ ആണെങ്കിൽ കരച്ചിലും പിഴിച്ചിലും ആ വരുമോ? ശരി ശരി ആ ഓക്കെ അണ്ണ. അല്ലയാ അണ്ണ ഇപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ധൈര്യം. വെള്ളം ഒഴിച്ചു വിടടാ, കൂമ്പ് കല്ലൊക്കെ വാടും. പോടാ, ജീവിതം എന്തായിരുന്നു പിന്നെ ഇത്. എല്ലാം ശരിയായാ മതിയായിരുന്നു. അണ്ണന്റെ വണ്ടി നോക്ക്, അടിക്കത്തില്ല, നീ പോയിട്ട് വാ. ശരിയാ. ആ അണ്ണാ എന്തോടാ പ്രശ്നം? അണ്ണാ എനിക്കറിഞ്ഞു അണ്ണാ, അവ അവിടെ കിടന്നതൊക്കെ കന്നന്തിരവും കാണിച്ചു വെച്ചിട്ട് കരച്ചിലും പിഴിച്ചിലുമാണ്. അണ്ണനെ പോലെ ഒരാൾ വന്നാലേ കാര്യം നടക്കുള്ളൂ എനിക്കറിയാം. ഈ പിള്ളേർ വാ നോക്കടാ. ഇനി ആർക്ക് വേണ്ടി ജീവിക്കും? എന്റെ കുടുംബം പോയി, എന്റെ പിള്ളേര് പോയി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇറങ്ങടാ ഇങ്ങോട്ട്. ആ ശരിയാക്കി, നീ ഇറങ്ങി ഇങ്ങോട്ട്, ഇറങ്ങടാ ഇങ്ങോട്ട്. വാ വാ, ഇല്ല നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അടങ്ങ് അടങ്ങ് അടങ്ങ്. അണ്ണാ എന്തോടാ എന്തോടാ എന്റെ എല്ലാം പോയടാ. ഇരിക്കടാ. എന്റെ ഒരു കാര്യം ചുമ്മാ കൊച്ചുള്ളരെ പോലെ. എന്തോടാ കാര്യം പറയടാ. നിന്റെ പ്രശ്നം എന്താടാ, കാര്യം പറയടാ. നീ അണ്ണാ എന്റെ ജീവിതം തകർന്നടാ, ഞാൻ ചാകാൻ പോവാ. എന്തോടാ നീ കാര്യം പറയടാ. അണ്ണാ അവളില്ല സോണി. ആ സോണി, അവള് ഗർഭിണിയാ അണ്ണാ. എടാ കൊറേ നാളായിട്ട് നീ അവളായിട്ട് ഒരു ബന്ധമില്ലെന്ന് ഞങ്ങളുടെ അടുത്ത് പറയണത്. അണ്ണാ അണ്ണ അവളുടെ വീട്ടിൽ കൊണ്ട് എന്നെ വിട്ടില്ല അണ്ണാ. അന്ന് അണ്ണ എന്റെ എല്ലാം പോയതണ്ണാ. അയ്യോ എന്റെ ജീവിതം. എടാ മൈരേ, നീ എന്താ എന്നോട് പറഞ്ഞത്? ഓർക്കിട്ടാ ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത്? അണ്ണാ അന്ന് അവക്ക് ഫ്രഷ് ആയിട്ട് വേണമെന്ന് പറഞ്ഞണ്ണ. അന്ന് സംഭവിച്ച അണ്ണ അല്ല. അയ്യോ അയ്യോ എന്റെ ജീവിതം പോയേ. ഇനി അതൊക്കെ പോട്ടെ, അവളിപ്പോ എന്താ പറയുന്നത്? അണ്ണാ അവളെ ഏറ്റെടുക്കണമെന്നാ പറയുന്ന അണ്ണാ. അണ്ണ എന്റെ ഭാര്യ, എന്റെ പിള്ളേര് അവരറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നില്ല അണ്ണാ. കള്ളവടി വെക്കാൻ നിർത്തി ഓർത്തില്ലാണ് നിന്റെ ഭാര്യയുടെ പിള്ളേരുടെ കാര്യം. സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനി അടുത്ത് ഇത് എന്താണ് പോകാൻ വഴി എന്നാണ് അറിയേണ്ടത്. അണ്ണാ അണ്ണാ അവള് നാളെ വീട്ടിൽ വരുമെന്നാ പറയുന്ന അണ്ണാ. ഞാൻ എന്ത് ചെയ്യണ്ണ? ഇതിപ്പോ ഇവനാണോ അവക്കാണോ? നീ ഒന്ന് അടങ്ങടാ, ഒരു പൊടിക്കൊതുങ്ങടാ, തഞ്ചപ്പെടടാ. നീ ഒന്ന് സമാധാനപ്പെട്. അണ്ണൻ പറയണ കേട്ടില്ലേ? നീ സമാധാനപ്പെട്, സമാധാനപ്പെട്, സമാധാനപ്പെട്.
മാസം മുറുക്ക്, അച്ചപ്പം, ലഡു, ചിപ്സ്, കുഴലപ്പം, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. അതൊക്കെ ചീപ്പ്, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവിടെ ചേട്ടാ പറ ഞാൻ ഇടി ഇവിടെ അടുത്ത് ജീവിക്കണം മരിക്കണം ആലോചിക്കുമ്പോളാ അവിടെ ഓശാൻ വന്നിരിക്കുന്നത്, മുമ്പി അടിക്കാൻ വന്നിരിക്കുന്നത്. വീടി പോടാ. അയ്യോ നോക്കണ്ട, ഇപ്പൊ പാലക്കാട് വെള്ളം കാണാൻ പോയനാ, വൈറ്റിലെ ഹബ്ബ് കണ്ടിട്ട് വന്നേക്കുവാ. നിനക്ക് എവിടെ നിന്ന് പറഞ്ഞ നീ കരളിയാ? ഞാനൊന്ന് ആലോചിക്കട്ടെ. അണ്ണ അത് അവള്, അണ്ണ അത് അവള് തന്നെ അണ്ണ. അവളെന്നെ വീട്ടിനെപ്പെടുത്താൻ അണ്ണ. സമാധാനപ്പെട, ഞാൻ എടുത്തോളാം, നീ അടങ്ങ്. അണ്ണ സംസാരിക്കാം, ചുമ്മാ. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി ശരി, വിളിക്കാം. എടാ നീ രക്ഷപ്പെട്ടടാ. അണ്ണ എന്താ കാര്യം പറയണ? അണ്ണ കാര്യം പറയണ. എടാ നമ്മളന്ന് ബാറിൽ പോയി ഒരു അടിയുണ്ടാക്കി, ഓർക്കുന്നോ? അന്ന് നിന്റെ അസ്ഥാനത്തൊരു ചവിട്ട് കിട്ടിയില്ല, അതിന്റെ ടെസ്റ്റ് റിസൾട്ട് വന്നു. നിനക്ക് ജന്മനാ പിള്ളേരുണ്ടാകത്തില്ല. സോണിയുടെ ഗർഭം നിന്റെ അല്ലടാ. പൊളിച്ചളിയാ, പൊളിച്ച് നിനക്ക് സമാധാനമായല്ല. എന്റെ ഗർഭമല്ല, എന്റെ എല്ലാം പോയണ്ണ. എനിക്ക് കുട്ടികളുണ്ടാവില്ല. 1 2 3. അപ്പൊ എന്റെ 3 പിള്ളേരാ? ശരിയാണല്ല.